എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വീട്ടിലിരുന്നു കൊണ്ട് വലിയ ബിൽഡപ്പ് ഒന്നും ഇല്ലാതെ തന്നെ ഒരു സോപ്പ്, നാച്ചുറൽ സോപ്പ് ഉണ്ടാക്കുക എങ്ങനെയെന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്കായിട്ട് കാണിക്കുന്നത്. നിങ്ങൾക്ക് നമ്മുടെ പ്രോഡക്റ്റ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ, ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെന്നുണ്ടെങ്കിലും നിങ്ങളെ കയ്യിലെത്തുന്ന രീതിയിൽ നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഇൻസ്റ്റഗ്രാം ഐഡിയിലോ വെബ്സൈറ്റിലോ നിങ്ങൾക്കത് സന്ദർശിക്കാം. വെബ്സൈറ്റിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇൻസ്റ്റഗ്രാം ഓൾറെഡി ആക്റ്റീവായിട്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ താഴെ ID ചെക്ക് ചെയ്യുക, അതിൽ ഓർഡർ കൊടുക്കുക. ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് എത്തിയിരിക്കും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്ന ആ വീഡിയോ ഞാൻ നിങ്ങൾക്കായിട്ട് കാണിക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. നിങ്ങൾക്കത് ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക. ആർക്കെങ്കിലും ഇതേതെങ്കിലും തരത്തിൽ ഉപകാരപ്പെടട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് 100% നാച്ചുറൽ ആണ് എന്നുള്ളതാണ്. ശരീരത്തിന് ഒരു വിധത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസും വരുത്താത്ത 100% നമുക്ക് വിശ്വാസത്തോടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നാച്ചുറൽ സോപ്പാണിത്. ഇതിൽ നമ്മൾ ചേർക്കുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ്, അതേപോലെ കോക്കനട്ട് ഓയിൽ, പിന്നെ വെള്ളം, അരോമ ഓയിൽ. ഇതാണ് അരോമ ഓയിൽ. ഇത് 10 മില്ലിയാണിത്. നമുക്ക് വേണ്ടത് 25 ഗ്രാമാണ് ഇതിൽ ചേർക്കേണ്ടത്. ഇത്ര മാത്രമേ നമ്മളിതിൽ ചേർക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ശരീരത്തിന് ഒരു തരത്തിലുള്ള റിയാക്ഷൻസും കെമിക്കൽ റിയാക്ഷൻസും വരുത്താത്ത ഒരു സോപ്പാണ്. അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ റൂമിലത്തെ സാഹചര്യത്തിൽ അതെങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം ഞാൻ റൂമിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് റൂമിൽ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ള സാധനങ്ങളെല്ലാം, നമ്മളെ ഫുഡ് ഐറ്റംസുകളെല്ലാം മാറ്റിയിട്ട് നമ്മൾ ഈ ഹൈഡ്രോക്സൈഡിൻ്റെതെല്ലാം പൊടികളെല്ലാം വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫുഡിലൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് ഒരുപാട് ദോഷം ചെയ്യും. അപ്പോൾ അതൊന്നും ഇല്ലാതെ നിങ്ങൾ അതെല്ലാം മാറ്റിയിട്ട് ഏറ്റവും വൃത്തിയായിട്ടുള്ള സ്ഥലത്ത്, ഇതൊന്നും ബാധിക്കാത്ത ഒരു സ്ഥലത്ത് വെച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ വെളിച്ചെണ്ണയാണ് അളന്നെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിന് മുമ്പേ ജാറിൻ്റെ വെയിറ്റ് നമ്മൾ മൈനസ് ചെയ്യാൻ വേണ്ടി മറന്നു പോരുത്. വെളിച്ചെണ്ണ തണുത്ത് കട്ട പിടിച്ചുകൊണ്ടാണ് ഈ രൂപത്തിൽ. കോക്കനട്ട് ഓയിൽ എടുക്കുന്ന സമയത്ത് ഇതേപോലെ കട്ട പിടിച്ച രൂപത്തിലായാലും കുഴപ്പമില്ല, ഇനി ഉരുകി ഓയിൽ പരുവത്തിലായാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 1 കിലോ ആണെന്നുള്ളത് മാത്രമാണ്, അത് ഉറപ്പ് വരുത്തുക. ഇനി ഉരുകിയതാണെന്നുണ്ടെങ്കിലും അല്ലെ ഇതേപോലെ കട്ട പിടിച്ചതാണെന്നുണ്ടെങ്കിലും നമ്മളെന്തായാലും ചൂടാക്കൽ നിർബന്ധമാണ്. ചെറുതായിട്ടൊന്ന് ചൂടാക്കണം. കാരണം സോഡിയം ഹൈഡ്രോക്സൈഡും വെള്ളവും ചേർത്ത് കഴിയുമ്പോൾ അത് എന്തായാലും ഹീറ്റാവും. അപ്പോൾ അതേ ടെമ്പറേച്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കുന്നത്. നമുക്ക് വേണ്ടത് 1 കിലോ വെളിച്ചെണ്ണയാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് 1 കിലോ നമ്മൾ ചെക്ക് ചെയ്യാം. കാരണം 1 കിലോ എന്നുള്ളത് 1 കിലോ തന്നെ ആയിരിക്കണം. അതിൽ ഒരുവിധ മാറ്റങ്ങളും വരുത്താൻ പാടില്ല. ഏകദേശം 1 കിലോ ആണെന്നുള്ള കണക്കും വെക്കാൻ പാടില്ല. പൂർണ്ണമായിട്ടും നിങ്ങൾ ഉറപ്പ് വരുത്തുക അത് 1 കിലോ തന്നെയാണെന്നുള്ളത്. കോക്കനട്ട് ഓയിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ടെമ്പറേച്ചർ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡാണ് അളന്നെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഗ്ലൗസ്, സേഫ്റ്റി പ്രിക്കോഷൻസ് എന്തായാലും വേണം. നമ്മൾ ഗ്ലൗസ് ഇടുന്നു, കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. ഇതാണ് നമ്മുടെ സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡ് അളന്നെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പുതിയ ഉണങ്ങിയ സ്പൂണ് ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഓയിലെടുത്ത് ഇളക്കിയ അതുകൊണ്ട് ഇളക്കാതിരിക്കുക. അതേപോലെ അതിന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു പുതിയ സ്പൂണ് നിങ്ങൾ എടുക്കുക.
നമ്മൾ ഇനിയിപ്പോൾ ഈ ജാറിൻ്റെ വെയിറ്റ് മൈനസ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ജാറിൻ്റെ വെയിറ്റ് മൈനസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 175 ഗ്രാം സോഡിയം ഹൈഡ്രോക്സൈഡാണ്. ഇതെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ശരിക്കും ശ്രദ്ധ വേണം. പിന്നെ പുറത്തൊന്നും പോവാതെ ശരിക്ക് സൂക്ഷിച്ച് വേണം ഇത് കൈകാര്യം ചെയ്യാൻ. ഇനി നമുക്ക് അളന്നെടുക്കേണ്ടത് വെള്ളമാണ്. വെള്ളം 330 മില്ലിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് 330 മില്ലി അളന്ന് എടുത്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ അത് 330 മില്ലി ആയിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ അളന്നെടുക്കുന്നത് അരോമ ഓയിലാണ്. ലെമണിൻ്റെ അരോമ ഓയിലാണ് നമ്മളിവിടെ എടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് സ്മെല്ല് വേണമെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ലെമൺ തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. പിന്നെ നമ്മളിപ്പോൾ എടുക്കുന്നത് 25 ഗ്രാമാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു പ്രോസസ്സാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് മാസ്കും പിന്നെ ഒരു ഗ്ലാസും അത്യാവശ്യമായിട്ട് വേണം. അപ്പോൾ നമുക്ക് പിന്നെ ഇപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡും വെള്ളവും കൂടി മിക്സ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ പിന്നെ അത് തെറിക്കാനൊക്കെ സാധ്യതയുണ്ട്. വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് അത് ചൂടായിട്ട് തിളച്ച് പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ച് കുറേശ്ശെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിത് കുറച്ച് സമയം പിന്നെ ഒരേ ടെമ്പറേച്ചർ ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഏകദേശം ഒരേ ടെമ്പറേച്ചറാണ്. നമ്മൾ പിന്നെ സോഡിയം ഹൈഡ്രോക്സൈഡും വെള്ളവും കൂടി ചേർത്ത ലായനിയും പിന്നെ നമ്മുടെ ഓയിലും കൂടി ഒരേ ടെമ്പറേച്ചർ ആവുന്നവരെ ഏകദേശം ഒരേ ടെമ്പറേച്ചർ ആവുന്നവരെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ഏകദേശം ഒരേ ടെമ്പറേച്ചർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ പിന്നെ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് നമ്മളെ സോഡിയം ഹൈഡ്രോക്സൈഡും വെള്ളം കൂടി ചേർത്ത ലായനി നമ്മൾ ഇതിലേക്ക് പിന്നെ അരിപ്പ വഴി ഒഴിക്കുകയാണ്. ഇനി നമ്മളിത് മിക്സ് ചെയ്യാണ്ട് ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മിക്സ് ചെയ്യാം, അങ്ങനെ കണക്കൊന്നുമില്ല. ക്ലോക്ക് വൈസോ ആൻറ്റി ക്ലോക്ക് വൈസോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് മിക്സ് ചെയ്യാം. യൂട്യൂബിൽ കണ്ട വീഡിയോസിൽ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് ക്ലോക്ക് വൈസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലോക്ക് വൈസ് മാത്രമേ ഇളക്കാവൂ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കരുത് എന്ന് പറയുന്നത് കേട്ട്. എന്താണ് ഇതിൻ്റെ ലോജിക്ക് എന്ന് മനസ്സിലാവുന്നില്ല. ആരെങ്കിലും ഒരാൾ പറഞ്ഞ ഒരു തെറ്റ് മറ്റുള്ളവരും
ആവർത്തിക്കുന്നത് പതിവാണ്. അതാണ് ഇവിടെ സംഭവിച്ചതെന്ന് തോന്നുന്നുണ്ട്. ഇത് ഏകദേശം ഒരു ലൈറ്റ് തിക്കായി വരുന്നവരെ നമ്മൾ ഇളക്കേണ്ടി വരും. ഇനി നിങ്ങളുടെ കയ്യിൽ ബ്ലെൻഡർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കുറച്ച് സമയം കൂടി അധികം ഇളക്കേണ്ടി വരുമെന്ന് മാത്രമേ ഉള്ളൂ. ബ്ലെൻഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ബ്ലെൻഡർ എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും നിങ്ങൾ ഫുഡിൻ്റെ ആവശ്യങ്ങൾക്കോ ഫുഡ് ഉണ്ടാക്കാനുള്ള ഒരു ഉപയോഗങ്ങൾക്കും നിങ്ങൾ എടുക്കരുത്. സോപ്പ് ഉണ്ടാക്കിയ ബ്ലെൻഡർ കൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഫുഡിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കരുത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. അതുകൊണ്ടാണ് ഒരുപാട് പ്രാവശ്യം പറയുന്നത്. ഇപ്പോൾ നമ്മൾ ബ്ലെൻഡറാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തിക്കായി വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക. അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. കാരണം അതിൻ്റെ ആ സ്റ്റേജ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാലാണ് സോപ്പിൻ്റെ പൂർണ്ണ രൂപത്തിൽ അത് എത്തുള്ളൂ. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോ സമയം ശ്രദ്ധിക്കുക. അത് തിക്നെസ് ആയിട്ട് വരുന്നുണ്ടോ, തിക്കായി വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യാം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഏകദേശം ഇതേപോലെ ലൈറ്റ് തിക്കായിട്ട് വരുന്ന സമയത്താണ് നമ്മളിതിലേക്ക് അരോമ ഓയിൽ, നമ്മൾ എടുത്ത് വെച്ച അരോമ ഓയിൽ ചേർക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മൾ എടുത്തു വെച്ച അരോമ ഓയിൽ നമ്മൾ ഇതിലേക്ക് ചേർക്കുകയാണ്. ഇത് ചേർത്ത് കുറച്ച് സമയം കൂടി നമ്മൾ ഇളക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു മീഡിയം തിക്കായിട്ട് വരുന്ന സമയത്ത് നമ്മൾ ആ സിലിക്കോണിൻ്റെ ആ സ്പൂൺ ഏകദേശം പൊക്കുന്ന സമയത്ത് അതിൽ നിന്ന് വീഴുന്ന തുള്ളിയുടെ അടയാളം അതിൽ നമുക്ക് കാണാനാവുന്നുണ്ടെങ്കിൽ നമുക്കെടുത്ത് മോൾഡിലേക്ക് ഒഴിച്ചു തുടങ്ങാവുന്നതാണ്. അതാണ് അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ്. അങ്ങനെ നമ്മൾ മോൾഡിലേക്ക് ഒഴിച്ച് കഴിഞ്ഞ് ഏകദേശം ഒരു 4 മണിക്കൂർ നമ്മളത് ഏതെങ്കിലും ചൂടുള്ള പ്രതലത്തിലേക്ക് മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞ് ഒരു 4 മണിക്കൂർ കഴിഞ്ഞാൽ അത് ചൂടാറുന്നതോടുകൂടി അതിൻ്റെ കളറും മാറുന്നതാണ്. അതിനുശേഷം മാത്രമേ നമ്മളതിന് മോൾഡിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് വെക്കാവൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ അത് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മളെ സോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം 3-4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാനിത് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ എടുത്ത് പുറത്തേക്ക് എടുക്കുന്നത്. ഏകദേശം നിങ്ങൾക്ക് ചൂട് ഉള്ള ഏതെങ്കിലും സ്ഥലത്ത് വെച്ചാൽ മതി. നമ്മൾ അടുപ്പിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സൈഡിൽ വെച്ചാൽ ഇത് റെഡിയായി കിട്ടും, പെട്ടെന്ന് റെഡിയായി കിട്ടും. അപ്പോൾ ഇതാ നമ്മളെ സോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇതിന്ന് മാറ്റി പുറത്തേക്ക് എടുത്ത് വയ്ക്കാം. ഇതിനിടയിൽ പറയാൻ വിട്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ വീഡിയോയുടെ അവസാന ഭാഗത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടു എന്നുള്ളത് ഉറപ്പ് വരുത്തുക. എന്നിട്ട് ശേഷം മാത്രം നിങ്ങൾ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുക. നമ്മുടെ കമ്പനി ഓൾറെഡി റഷ്യൻ വിപണിയിൽ ഇതുപോലുള്ള നാച്ചുറൽ പ്രോഡക്ട്സുകൾ ആക്റ്റീവായിട്ട് ഇറക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു റിവ്യൂസും ഒരുപാട് നമുക്ക് സന്തോഷം നൽകുന്ന റിവ്യൂസാണ്. കാരണം ഒരുപാട് ആൾക്കാർക്ക് അത് ഉപയോഗപ്പെടുന്നുണ്ട് തോന്നിയപ്പോഴാണ് ഈ വീഡിയോ നമ്മളെ നാട്ടിലുള്ള ആൾക്കാർക്കും കൂടി ഉപയോഗപ്പെടട്ടെ എന്നുള്ള രീതിയിൽ ഷെയർ ചെയ്യാം എന്നുദ്ദേശിച്ച് ഈ വീഡിയോ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുകയാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും എത്തിക്കാം. അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇന്ന് ജോലിയില്ലാതെ പ്രശ്നങ്ങളിൽ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഇത് ഉപയോഗപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഉപകരിക്കട്ടെ. അങ്ങനെ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ നാച്ചുറൽ സോപ്പ്. 14 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ സോപ്പ് എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി എടുക്കുന്നത്. അത് നിങ്ങൾ ഒരിക്കലും മറന്നു പോരുത്. 14 ദിവസം കഴിയാതെ ഒരു കാരണവശാലും എടുത്ത് ഉപയോഗിക്കാൻ നിൽക്കരുത്. പിന്നെ അതേപോലെ നമ്മൾ ഈ സോപ്പ് ഉണ്ടാക്കാവുന്ന സമയത്ത് എടുത്ത പാത്രങ്ങൾ, പിന്നെ അതേപോലെ ബ്ലെൻഡർ, അതേപോലെ സ്പൂണ്, അതുള്ള മറ്റുള്ള സാധനങ്ങളൊന്നും സോപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിച്ച ഒരു സാധനങ്ങളും നമ്മൾ ഫുഡിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ നിൽക്കരുത്. അത് നിങ്ങൾ എന്തായാലും മറക്കരുത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിലെ. അത് നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ സോപ്പിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നോക്കാം. അതേപോലെ ഒരു കാര്യം കൂടി, ഈ സോപ്പ് കോമൺ ആയിട്ടുള്ള എല്ലാ സോപ്പിൻ്റെ ഉപയോഗങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഡ്രൈ സ്കിന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ എടുക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയുടെ കൂടെ നമ്മൾ 1 കിലോ വെളിച്ചെണ്ണയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഒരു 100 ഗ്രാം വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കുക. വേറെ ഒന്നിലും നമ്മൾ മാറ്റങ്ങൾ വരുത്തുന്നില്ല.
സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ അളവിലൊന്നും നമ്മൾ മാറ്റങ്ങൾ വരുത്തുന്നില്ല, വെള്ളത്തിൻ്റെ അളവിലും നമ്മൾ മാറ്റങ്ങൾ വരുത്തുന്നില്ല. വെറും വെളിച്ചെണ്ണയിൽ മാത്രം നമ്മൾ 1 കിലോ വെളിച്ചെണ്ണ എടുക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ 100 ഗ്രാമും കൂടി എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കുക. അപ്പം നമുക്ക് ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം നമ്മൾ ഉണ്ടാക്കിയ സോപ്പിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ സാധാ സോപ്പ് പതയുന്നതിനെക്കാട്ടിലും കൂടുതൽ പതയുന്നുണ്ട് അല്ലേ? അങ്ങനെ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മളെ വീഡിയോ. ഇതുവരെയുള്ള വീഡിയോ എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും പുതിയ പുതിയ വ്യത്യസ്ത കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.